guys, welcome to my channel. നമ്മളിന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത് guys. നമ്മളിന്ന് ഫുൾ ബസ്സൊക്കെ എടുത്ത് ഫുൾ ലൈറ്റ് വർക്ക് ഒക്കെ ചെയ്ത് ഓഫലൊക്കെ ഇട്ടോ സിറ്റി നടുക്കൂടെ പോണ്. ഈ എംബിഡി പിടിക്കുമെന്നാണ് ഇന്നത്തെ നമ്മളെ പരിപാടി. നമ്മുടെ വണ്ടി ഹൈ സൗണ്ടില് സിറ്റി ഓഫലൊക്കെ ഇട്ട് പറക്കാം. നമ്മളെ എംബിഡി ഒക്കെ പിടിക്കുന്നൊക്കെ നോക്കാനാണ്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫുൾ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാനുള്ളതാണ്. നമ്മളെ ഫുൾ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ആക്കാന്ന് വിചാരിച്ചു. നമ്മളെ പാട്ടിട്ടാണ് അവിടെ എവിടെ പെട്ടെന്ന് സ്ഥലം ഫുൾ സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് സ്പീഡിൽ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷെ ചവിട്ടി പറഞ്ഞു നമ്മുടെ വണ്ടി കാട്ടിലേക്ക് ഇതുവരെ നമ്മളെ വീട് കണ്ടിട്ടില്ല. നമുക്ക് ഹപ്പാട കുറച്ച് പൈനെ വീട് ഇടിച്ചിട്ടുണ്ട്. സംഗീത ചുറ്റി കയറാം. അതെ, നമുക്ക് ഒരു ഓർഡർ കിട്ടി. എവിടെ നമ്മുടെ അടുത്തുള്ളത് പെട്ടെന്ന് സ്ഥലം കളിയാക്കാം. കത്ത് പാട്ടുക.
വീഡിയോ ഒന്ന് ഓർത്തേക്ക് നോക്കാം. ഫ്രണ്ടിൽ ഓർത്തേക്ക് നോക്കാം. ആ ഗൈസ് നമ്മൾ എംബിഡി പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഫുൾ സൗണ്ട് നമ്മുടെ വണ്ടിയെ നിർത്തി ഫുൾ ലൈറ്റ് വിടാൻ പറഞ്ഞു. നമ്മളെ എംബിഡി പിടിച്ചു. ഫുൾ സൗണ്ട് കാണിക്കാൻ പറഞ്ഞു. നമ്മുടെ എംബിഡി പറഞ്ഞത് വണ്ടിയുടെ ഫുൾ ലൈറ്റും സ്റ്റിക്കറും മാറ്റി സൗണ്ടും മാറ്റി നാളെ കാണിക്കണമെന്നാണ്. നമുക്കപ്പോൾ നമ്മുടെ വണ്ടിയെ കൊണ്ട് വർക്ക്ഷോപ്പിൽ തിരിച്ചു പോവാം. അപ്പോൾ ഗൈസ് ഇനി വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് കാണാം. നമ്മളെ വണ്ടി ഫുൾ വെള്ള പെയിന്റ് അടിച്ച് ഇന്ന് MBD സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ് നമ്മുടെ വണ്ടിയുള്ള എല്ലാവർക്കും നമ്മൾ ഊതിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി ഇപ്പോഴത്തെ അവസ്ഥ. MBD നമ്മുടെ അടുത്ത് സ്പീഡ് ലിമിറ്റും കൊടുത്തിടാൻ പറഞ്ഞു. നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് എന്ന് പറയാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ ലൈറ്റും നമ്മൾ ഊതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വണ്ടിയും കൊണ്ട് MBDയുടെ ഓഫീസിൽ പോയി കാണിച്ചിട്ട് വരാം. MBDയുടെ ഓഫീസിൽ പോവാം. പാർക്കിംഗ് നമ്മൾ ലൈറ്റ് എടുക്കുന്നത് മണിക്ക് സ്പീക്കർ വെച്ച് ഫോനം പോലില്ല കഴിച്ചു നമ്മൾ നമ്മുടെ വണ്ടിയെ അതേപോലെ ചേസിനകത്തിരിക്കുന്ന സ്പീക്കർ ബോർഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടി നമ്മൾ MBDയെ പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചെറുതായിട്ട് ഒന്ന് പണിയാൻ പോവുകയാണ്. MBD പറഞ്ഞാൽ മാത്രം MBD പെർമിഷൻ നമ്മൾ ചെറുതായിട്ട് വേണ്ടി ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ MBD പെർമിഷൻ തരുള്ളൂ. നിങ്ങളെല്ലാവരും നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിരുന്നു. അത് കുഴപ്പമില്ല. നമ്മളടുത്ത് MBD ഷോറൂമിനോട് കയറ്റി നിൽക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ചെറിയ സ്ഥലം പക്ഷേ അവിടെ വണ്ടിയുടെ മണ്ടയൊക്കെ തട്ടി കുഴപ്പമില്ല. നമ്മളിപ്പോൾ വണ്ടിയെ MBDയെ കാണിച്ചിട്ട് നമ്മൾ വരാം. അപ്പോൾ നമ്മളിപ്പോൾ MBDയെ കാണിച്ച് ഇപ്പോൾ തന്നെ റെഡിയാവുന്നതാണ്. ഓക്കെ MBD ഇൻസ്പെക്ഷൻ ചെയ്യാൻ വരും. നമ്മളെ വണ്ടി നിങ്ങളെ സപ്പോർട്ട് കാരണം നമ്മളെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി MBD കുറച്ച് മോഡിഫിക്കേഷൻ അത്രയൊന്നുമില്ല, സ്റ്റിക്കർ ഇറക്കൊന്നുമില്ല, കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി സമ്മതം തന്നിരിക്കുന്നു. നമ്മുടെ വണ്ടി നമ്മൾ ചെറുതായിട്ട് നമ്മൾ MBD പറഞ്ഞ മോഡിഫിക്കേഷൻ നമ്മൾ ചെറുതായിട്ട് ചെറിയ സ്പീക്കേഴ്സ് ചെറുതായിട്ട് കുറച്ച് മോഡിഫിക്കേഷൻസും കൂടുതൽ ചെയ്യും. നമ്മുടെ അടുത്ത് ഒരു MBD ഓഫീസ് നിൽപ്പുണ്ട്. അതുകൊണ്ട് അവിടെ ആ പെട്ടിന് വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്ത് പണിയാൻ കൊണ്ടുപോവാം. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, ടോപ്പ് ലൈറ്റ് ഒന്നും വെക്കുന്നില്ല. വണ്ടി സൈഡിൽ ഒരു ലൈറ്റും മറ്റേ അവിടെ സൈഡ് കുറച്ച് ലൈറ്റും വയ്ക്കുന്നുള്ളൂ. രണ്ട് സബും വയ്ക്കുന്നുള്ളൂ. വണ്ടി വലുതായിട്ട് വെക്കുമ്പോൾ നമുക്ക് MBD പെർമിഷൻ തന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വെച്ചനെ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനി വയ്ക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ പൊളിയാക്കുന്നത് നമ്മുടെ വണ്ടിയെ. ഇതൊന്നും അല്ല നേരത്തെ വണ്ടി ജയഗുരുന്നല്ല ഇനി അടുത്ത കാണാം. നമ്മുടെ വണ്ടി പറ്റുന്നത്ര പണിയും, പക്ഷേ ഈ വണ്ടി വെള്ളപ്പിന്നായിരിക്കും. പിന്നെ സിറ്റി നമ്മൾ ലൈറ്റ് ഇടില്ല. ഇപ്പൊ ഒരു പറ്റി വന്ന് നമ്മളത് നമ്മൾ കണ്ടില്ല, നമ്മളെ സിഗ്നൽ റെഡായിട്ട് കണ്ടില്ല. അങ്ങനെ വണ്ടി പണിയണ സ്ഥലത്തെത്തി. നമുക്ക് പണിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക്. ഹലോ ഗൈസ്, നമ്മളെ വണ്ടിക്കകത്ത് കുറച്ച് ലൈറ്റ് ഒക്കെ വെച്ച് ഇത്ര ലൈറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ക്യാബിന് മാറ്റി ഗൈസ്. ക്യാബിന് നമ്മൾ സ്റ്റോക്ക് പറ്റി നമ്മളെ വണ്ടിയുടെ ഇപ്പൊ അകത്തുള്ള ലൈറ്റ് കാണിച്ചില്ല. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അകത്തുള്ള ലൈറ്റ്. നമ്മൾ ആപ്പാണ് 4 റൂഫറും 4 സബും കൂടെ നമ്മൾ വെച്ചിട്ടുള്ളൂ. നമ്മുടെ വണ്ടിക്ക് വലുതായിട്ട് നമ്മൾ വെച്ചിട്ടില്ല.
ഇത്രയുള്ള ഇന്റീരിയർ ലൈറ്റ് നമ്മൾ മറ്റേ ഡിസ്കോ ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല, ഈ ലൈറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി നമ്മളെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോകും ഗൈസ്. വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് സിറ്റി തൽക്കാലം ലൈറ്റ് ഉണ്ട് ഗൈസ്. സിറ്റി ലൈറ്റിന് ചിലപ്പോൾ എപ്പോഴും ഗൈസ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ടോപ്പ് ലൈറ്റ് വെക്കുന്നതാണ്. നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പുതിയ നിയമം ഇറങ്ങുന്ന സർക്കാർ പറഞ്ഞു ഗൈസ്, പെയിന്റ് അടിക്കാന്ന്. അതിന് നമ്മൾ എന്ത് വില കൊടുത്തും നമ്മൾ 1 ലക്ഷം മുടക്കി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പെയിന്റ് അടിച്ചു ഗൈസ്. അത് നിങ്ങൾ കമന്റ് ഇടുന്ന പെയിന്റ് ഇട്ട ഗൈസ് നമ്മൾ അടിക്കും. അടിച്ചിരിക്കും ഗൈസ്. എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചു, ഈ വണ്ടി വിറ്റ് പുതിയ വണ്ടി എടുക്കാന്ന് നമ്മൾ വിചാരിച്ചു. എടുക്കണോ അത് വേറെ മോഡൽ എടുക്കണോ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം ഗൈസ്. നമ്മൾ ഇപ്പോഴൊന്നും വണ്ടി വിൽക്കുന്നില്ല, കുറച്ച് നാളെ. അപ്പൊ നിങ്ങളിപ്പം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുന്നില്ല, നമ്മൾ ആ വിൽക്കാതെ തന്നെ വണ്ടി എടുക്കുന്നതാണ്. അത് നമ്മൾ ഫുൾ പണിയുന്നതാണ്. എയർഫോണൊക്കെ വെച്ച് എന്ത് പറഞ്ഞാലും നമ്മൾ ആ വണ്ടി ഒരു കുഴപ്പമൊന്നും ചെയ്യില്ല ഗൈസ്. നമ്മുടെ സ്റ്റോക്ക് ഹോണാണ് സ്റ്റോക്കാണ് ഗൈസ്. വണ്ടി ഇപ്പൊ ഓടിക്കുന്നുണ്ട്. ഹലോ മോനെ, നമുക്ക് സിറ്റിയിലോട്ട് പോവാം. അടുത്ത ഇനി ഗൈസ് നിങ്ങൾ ഇനി അടുത്ത പറയുന്ന വണ്ടി ഓടിക്കുന്നതാണ് ഗൈസ്. അടുത്ത നമ്മള് ഒരു വണ്ടിയും കൂടെ ഉണ്ട്, അത് നമ്മൾ KSRTC ആയിരിക്കും അടുത്ത് നമ്മൾ ഓടിക്കുന്നത്. നിങ്ങൾ കമന്റ് ചെയ്താൽ നമ്മൾ അടുത്ത KSRTC ആയിരിക്കും ഓടിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ചിലപ്പോൾ നമ്മൾ പാണ്ടലോറി വരെ ഓടിക്കും ഗൈസ്. നിങ്ങൾ കമന്റ് ഇടും KSRTC ഓടിക്കണം, അടുത്ത വീഡിയോയിൽ പാണ്ടലോറി ഓടിക്കണം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നമ്മളിപ്പോ സ്പീഡ് ടെസ്റ്റ് കൂടെ ചെയ്ത് വെച്ച് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ഹൈവേ കയറാൻ പോകുന്നു. നമുക്കിനി നമുക്ക് ലൈറ്റിട്ട് നമുക്ക് പറക്കാം. നമുക്ക് പാട്ടിടുന്നൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ സ്റ്റീരിയോ പുതിയ സ്റ്റീരിയോ വെച്ചതിന് ശേഷമേ സ്റ്റീരിയോ വലിച്ചു പൊട്ടിച്ചെടുത്തു. വണ്ടി സെറ്റ് ആവും. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ വണ്ടിയിൽ ഇപ്പോഴത്തെ അവസ്ഥ 90ആണ്. 6ാമത്തെ ഗിയറിൽ പോയിട്ട് 90ആണ് ഗൈസ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ നമ്മൾ സമ്മതിക്കാത്ത മോഡിഫിക്കേഷൻസ് വെക്കുന്നതാണ്. എന്തൊക്കെ മോഡിഫിക്കേഷന്റെ പേര് പറഞ്ഞാൽ നമ്മളെല്ലാം അപ്പൊ ഗൈസ് നമ്മുടെ സ്ക്രീൻ റെക്കോർഡിനെ റെക്കോർഡ് ചെയ്ത് നമ്മളിപ്പോഴാണ് കണ്ടത്. നമ്മുടെ സ്ക്രീൻ റെക്കോർഡിന് ഭയങ്കര ലാഗ് ഉണ്ട്. ആ ലാഗ് നമ്മൾ എന്ത് ചെയ്തിട്ട് മാറുന്നില്ല. നമ്മുടെ അടുത്ത വീഡിയോയിൽ അത് കുറയ്ക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ബൈ ഗൈസ്. ഓക്കെ ഗൈസ്.